അപ്പോൾ നമ്മൾ ഇന്നലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റാണ് ഡിസ്കസ് ചെയ്തത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റ് ഡിസ്കസ് ചെയ്തത് അറിയാതെ ഒരിക്കലും ഇത് പറഞ്ഞു തന്നത് ഒരിക്കലും മനസ്സിലാവില്ല കേട്ടോ. ഞാൻ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തൊക്കെയാണ് പറഞ്ഞു തന്നത് അത് കറക്റ്റായി വീഡിയോ കേട്ടത് ശേഷം കണ്ടതിന് ശേഷവും മാത്രമേ ഇതിലേക്ക് വന്നാലാണ് ഇത് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ പ്രോബ്ലമാണ് വർക്കൗട്ട് ചെയ്യുന്നത്. പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത് നമ്മൾ ഫോം ബിയിൽ ഒരു അക്കൗണ്ട് എന്ത് ചെയ്യാനുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് ആദ്യം നോക്കണം. ഫോം ബിയിലുള്ള ഈ അക്കൗണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്ന രീതിയിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോയിന്റുകൾ നോട്ട് ചെയ്യണം. അപ്പോൾ എനി റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ഷാൾ ബി ഡിഡക്റ്റഡ് ഫ്രം ദ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട്. എനി റിബേറ്റ് അറ്റ് ദ ബിഗിനിങ് ഷാൾ ബി ആഡഡ് ടു ഡിസ്കൗണ്ട്. അഥവാ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് ഉണ്ടെങ്കിൽ എൻഡ് ഓഫ് ദി ഇയറിൽ അത് എൻഡ് ഓഫ് ദി ഇയറിലാണെങ്കിൽ അത് എന്ത് ചെയ്യണം, കുറച്ച് കാണിക്കുകയും ബിഗിനിങ്ങിലാണ് തുടക്കത്തിലാണ് ഉള്ളതെങ്കിൽ അത് എന്ത് ചെയ്യണം, ഡിസ്കൗണ്ട് കൂടെ ആഡ് ചെയ്യുകയും വേണം. അത് ശ്രദ്ധിക്കണം. പിന്നെ എനി പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ആ ഇയറിൽ ഉണ്ടെങ്കിൽ പ്രൊവിഷൻ ആൻഡ് കണ്ടിജൻസിയിൽ അണ്ടർ ദ ഹെഡ് ഓഫ് എക്സ്പെൻഡിച്ചറിൻ്റെ അണ്ടറിലുണ്ട് പ്രൊവിഷൻസ് ഓഫ് പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ആ ഇയറിലുണ്ടെങ്കിൽ അതിവിടെ എഴുതണം പ്രൊവിഷൻ. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസ് എങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. അതാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്നുള്ള ഐറ്റം. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ എഴുതുക. എനി പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ടു ബി മെയ്ഡ് ഷാൾ ബി ഇൻക്ലൂഡ് പ്രൊവിഷൻ ആൻഡ് കണ്ടിജൻസീസ്. അതേപോലെ തന്നെ പിന്നെ ഏതും കൂടി എഴുതാം, പ്രൊവിഷൻ ഫോർ ടാക്സേഷനും നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. പിന്നെ ഞാനൊരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു, സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. ഇതിലുണ്ട് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്ന ഒരു ഐറ്റം. ഇത് എപ്പോഴും അതിൻ്റെ 25% കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. വേണ്ടോ 25% ഓഫ് കറണ്ട് ഇയർ പ്രോഫിറ്റ് ഷാൾ ബി അപ്പോർഷൻ ടു ദി സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. നമുക്ക് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്രോപ്രിയേഷനിൽ അതിൽ 25% എന്ത് ചെയ്യണം, നമ്മൾ അറ്റ്ലീസ്റ്റ് 25% എങ്കിലും സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് മാറ്റണം. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫ്രം ദ ഫോളോയിങ് ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസ് ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31/3/2017 എന്നുള്ളത് എഴുതുക, ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസും തന്നിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട്. ആദ്യം ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ്, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് പെയ്ഡ് ചെയ്തത്, ബോറോങ്സിൻ്റെ ഇൻട്രസ്റ്റ് പെയ്ഡ് ചെയ്തത്, റെൻറ്റ് റിസീവ്. അപ്പോൾ നമ്മളിതിൽ ബാങ്കിൻ്റെ ഇൻകംസുകളും എക്സ്പെൻഡിച്ചറും ആദ്യം തിരിച്ചറിയണം. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞതും വേഗം ഇതിലേക്ക് എഴുതണതിന് മുമ്പ് ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ് ഏൺഡ് ആണ് എഴുതേണ്ടത്. ഇൻട്രസ്റ്റ് ഏൺ ആദ്യം നമ്മളിത് വരയ്ക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ 31/3/2017 എന്നുള്ള ഈ അക്കൗണ്ട് വരയ്ക്കുക. അക്കൗണ്ട് വരച്ച് കഴിഞ്ഞിട്ട് ആദ്യം ഫസ്റ്റ് വൺ ഇൻകം എന്ന് കൊടുക്കുക. അതിന് ഫസ്റ്റ് വണ്ണിൽ ഇൻട്രസ്റ്റ് ഏൺഡ് കൊടുക്കുക. ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് കൊടുത്തിട്ട് അത് ഷെഡ്യൂൾ നമ്പർ 13 ആണ്. അപ്പോൾ ഷെഡ്യൂൾ നമ്പർ 13 നമ്മൾ എന്ത് ചെയ്യുക, ഷെഡ്യൂൾ നമ്പർ 13 വരയ്ക്കുക. അതൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞതാണ് ഫോർമാറ്റ് നമ്മൾ പറഞ്ഞാണ് ഈ ഫോർമാറ്റ് പോലെ വരയ്ക്കുക. ഇൻകം എന്ന് എഴുതുക, ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് എഴുതുക. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ കാണാതെ. എന്നിട്ട് ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ ഐറ്റംസുകളാണ് വരിക നോക്കുക, ഷെഡ്യൂൾ നോക്കുക. ഇൻട്രസ്റ്റ് ഏൺഡ് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കിട്ടിയില്ല, ബാങ്കിന് കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റുകൾ, ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള ഇൻകംസുകളും കാര്യങ്ങളൊക്കെയാണ് വരിക. അല്ലെങ്കിൽ റിസർവ് ബാങ്കിൽ നിന്നോ അതർ ഇൻ്റർ ബാങ്ക് ഫണ്ടുകളിൽ നിന്നോ കിട്ടുന്ന ഇൻട്രസ്റ്റുകളെയാണ് നമ്മൾ പറയുക. അങ്ങനെ വല്ല ഇൻട്രസ്റ്റുകളും ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കുക. അപ്പോൾ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇൻട്രസ്റ്റും ഡിസ്കൗണ്ട് റിസീവ് ചെയ്തത് അതിനെല്ലാം ഫോർമാറ്റിൽ കൊടുത്തിക്കണേ. അതപ്പോൾ എന്ത് ചെയ്യുക, എടുത്തെഴുതുക. പിന്നെ അടുത്തത് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് തന്നിട്ടുണ്ട് വിചാരിച്ചോ. ഇവിടെ ഡിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് തന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലോസിംഗ് ആണ്. ക്ലോസിംഗ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ലെസ് ചെയ്ത് കാണിക്കണം. ഓപ്പണിംഗ് ആണെങ്കിൽ അത് എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അത് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് ഇവിടെ ക്ലോസിംഗ് ആണ്. താഴെ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നാൽ എന്താണ്, ക്ലോസിംഗ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നിരിക്കുകയാണെങ്കിൽ അത് ഓപ്പണിംഗ് ആയേനെ. അപ്പോൾ അതെന്ത് ചെയ്യുക, 40,000 ഈ 18,55,000 ഇവിടെ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് 40,000 തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, ലെസ് ചെയ്ത് കാണിക്കുക. അപ്പോൾ എന്തൊക്കെയാണോ ബാങ്കിന് കിട്ടിയിട്ടുള്ളത് അത് നോക്കുക. പിന്നെ പറയണത് വേറെ വല്ല ബാങ്കിൽ നിന്നും നമുക്ക് വേറെ വല്ല ബാങ്കിൽ നിന്നും വല്ലതും കിട്ടിയിട്ടുണ്ടോ നോക്കണം. ഇൻട്രസ്റ്റ്
ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അഡ്വാൻസ്, ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിസ്കൗണ്ട് റിസീവ്ഡ് നമ്മൾ എഴുതി. പിന്നെ എന്താണ് ഇതും എഴുതി, എന്താണ് നമ്മുടെ റിബേറ്റ് കുറച്ച് കാണിച്ചു. ഇനി ഇതിലൊരു കാര്യം കൂടി ഉണ്ട്, എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ബാലൻസസ് വിത്ത് RBI ആൻഡ് അതർ ഇൻ്റർ ബാങ്ക് ഫണ്ട്സുകൾ വല്ലതും ഉണ്ടോ നോക്കുക. അത് ഫോർമാറ്റ് പ്രകാരം തന്നിട്ടുണ്ട്, പക്ഷേ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ ആകെ നമുക്ക് ഈ ഒരു ഐറ്റേ ഉള്ളൂ, 18,15,000. അപ്പോൾ ഷെഡ്യൂൾ വരയ്ക്കുക. ആദ്യം ഒരു പേജ് മൊത്തം എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചിടുക. തൊട്ടപ്പുറത്തെ പേജിൽ വേണം എന്ത് ചെയ്യാൻ, ഷെഡ്യൂൾ 13 വരച്ചിട്ട് ഇത് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇൻകം വേണ്ടത് എന്നുള്ളതിന് നേരെ 13 എന്നുള്ള ഷെഡ്യൂൾ കൊടുക്കുക, എമൗണ്ട് കൊടുക്കുക. ഇനി വേറെ വല്ല ഇൻകംസുകളും ഉണ്ടോ നോക്കുക. അതർ ഇൻകംസുകൾ വല്ലതും ഉണ്ടോ നോക്കുക. അതർ ഇൻകംസ് എന്ന് പറഞ്ഞാൽ ആദ്യം അപ്പോൾ ഷെഡ്യൂൾ നോക്കുക. ഏതൊക്കെ അതർ ഇൻകംസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഷെഡ്യൂൾ നോക്കുക. കമ്മീഷൻ, എക്സ്ചേഞ്ച്, ബ്രോക്കറേജ്, ഇതൊക്കെയാണ് എന്ത് വരിക, അതർ ഇൻകംസിൽ ഉൾപ്പെടുക. അതായത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അതൊക്കെ ഉണ്ട് ഐറ്റംസുകൾ അതിൽ, അതൊക്കെ ക്വസ്റ്റ്യൻ എടുത്തെഴുതുക. കമ്മീഷൻ, എക്സ്ചേഞ്ച്, ബ്രോക്കറേജ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അതുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. കമ്മീഷൻ, എക്സ്ചേഞ്ച്, ബ്രോക്കറേജ് 1,83,000. പിന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 20,000. അതേപോലെ തന്നെ ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട് ക്വസ്റ്റ്യനിൽ. ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് എന്ത് ചെയ്യുക, എടുത്തെഴുതുക. ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അതും എന്ത് ചെയ്യുക, 6,000 എടുത്തെഴുതുക. അത് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുക, അതിൽ നിന്ന് എന്ത് ചെയ്യുക, ലോസ് ഉള്ളത് ലെസ് ചെയ്യുക. അപ്പോൾ ബാക്കി 14,000. പിന്നെ വേറെ വല്ല ഇൻകംസും ഉണ്ടോ നോക്കുക. പിന്നെ വേറെ വല്ല ഇൻകംസ് എന്ന് പറഞ്ഞാൽ റെൻറ്റ് റിസീവ്ഡ്. റെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്, ബാങ്കിൻ്റെ പ്രോപ്പർട്ടി വല്ലതും റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്, അതും എന്താണ് അവരുടെ ഇതിൽ പെട്ടതാണ്. അപ്പോൾ റെൻറ്റ് റിസീവ്ഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏതുള്ളത്, ഇൻകംസ് ഉള്ളത്. അപ്പോൾ മൊത്തം എമൗണ്ട് എത്രയും നോക്കുക, മൊത്തം കൂട്ടിയത്. അപ്പോൾ 20,000 അല്ലേ, 20,000 എമൗണ്ട്. ആ 20,000 എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ എടുത്തെഴുതുക. അതർ ഇൻകത്തിന് നേരെ സോറി, ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, റെൻറ്റ് റിസീവ്ഡ് എന്നുള്ളത് അവിടെ എടുത്തെഴുതുക, കൂട്ടിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഈ എമൗണ്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇതിലേക്ക് എടുത്തെഴുതുക. അപ്പോൾ അതർ ഇൻകമായി. ഇനി എക്സ്പെൻഡിച്ചറുകൾ. അപ്പോൾ ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ എക്സ്പെൻഡിച്ചറുകൾ ഏതൊക്കെയാണ് ഉള്ളത് നോക്കുക. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് കൊടുത്തത്, അതേപോലെ തന്നെ RBI എന്നൊക്കെ നമ്മൾ ബാങ്കുകൾ കടമെടുത്തിട്ടുണ്ടാവും, അതിൽ നിന്ന് കൊടുക്കുന്ന ഇൻട്രസ്റ്റുകൾ, അതൊക്കെ അവരുടെ ചിലവുകളാണ്. നമ്മൾ ബാങ്ക് അങ്ങോട്ട് കൊടുക്കുന്ന ഇൻട്രസ്റ്റുകളൊക്കെ ചിലവുകളും ബാങ്കിന് ഇങ്ങോട്ട് വരുന്ന ഇൻട്രസ്റ്റുകളൊക്കെ വരുമാനമാണ്. അതാണ് നമ്മൾ അതർ ഇൻകത്തിലൊക്കെ എഴുതിയത്. ഇനി ഇൻട്രസ്റ്റ് എക്സ്പെൻഡിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ഉണ്ട്, ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ബോറോയിങ്സ്, ഇതൊക്കെ നമ്മുടെ ചിലവുകളാണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്തു, എഴുതി, 2 എഴുതി, കൂട്ടി ആ എമൗണ്ട് എഴുതി ഇവിടെ എടുത്തെഴുതി. ഇൻട്രസ്റ്റ് എക്സ്പെൻഡ് ഇത്. ഇനി ഓപ്പറേറ്റീവ് എക്സ്പെൻസസ്. ഓപ്പറേറ്റീവ് എക്സ്പെൻസസ് എന്നാൽ ബാങ്കുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള എല്ലാ ചിലവുകളും എടുത്തെഴുതുക. ബാങ്കുമായിട്ട് ബാക്കി എന്തൊക്കെ ചിലവുകളുണ്ടോ ഇതിൽ നോക്കുക. ബാങ്കുമായിട്ട് ബാക്കി എല്ലാ ചിലവുകളും, സാലറി അലവൻസ്, ഡയറക്ടേഴ്സ് ഫീസ് അലവൻസ്, റെൻ്റ് ആൻഡ് ടാക്സസ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, ഡിപ്രീസിയേഷനോ ബാങ്ക് പ്രോപ്പർട്ടി, അതർ എക്സ്പെൻസസ്, ഇതൊക്കെ എന്ത് ചെയ്യുക, എടുത്തെഴുതുക, കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടേക്ക് ഓപ്പറേറ്റീവ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതുക. അത് ഇതിന് നോക്കിയാൽ മതി കേട്ടോ, നോക്കിയാൽ മനസ്സിലാവും. ഇത് കഴിഞ്ഞാൽ അപ്രോപ്രിയേഷൻസ്, അത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇൻകംസ് നമുക്ക് കിട്ടി, എക്സ്പെൻഡിച്ചറും കിട്ടി. ഇൻകംസിൻ്റെ ടോട്ടൽ 20,15,000. എക്സ്പെൻഡിച്ചറിൽ 6,03,000, 1,95,000 എഴുതി. ഇനി പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്സോ പ്രൊവിഷൻ ഫോർ ടാക്സേഷനോ ക്വസ്റ്റ്യനിലുണ്ടോ നോക്കുക. പ്രൊവൈഡ് ഫോർ ടാക്സേഷൻ 10,000, പ്രൊവൈഡ് ഫോർ ഡൗട്ട്ഫുൾ ഡെബ്സ് 28,600. ഇത് രണ്ടും പാടെ കൂട്ടുക 38,600. കണ്ട 38,600 അതും എഴുതി. അത് 2 കേട്ടോ. അപ്പോൾ മനസ്സിലായാലും എവിടെ നിന്ന് എടുത്തതെന്ന്. ഇത് 2 ഞാൻ പറഞ്ഞു. ഇത് 2 നമ്മൾ പ്രൊവൈഡ് ഫോർ ടാക്സേഷൻ, പ്രൊവിഷൻ ഫോർ ഡെബ്സ്, ഡൗട്ട്ഫുൾ ഡെബ്സ്, ഈ 2 ഐറ്റംസ് അഡ്ജസ്റ്റ്മെൻറ്റിൽ അത് മിക്കവാറും തന്നിട്ടുണ്ടാവുക. ആ കൊടുത്തെഴുതുക. അത് കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചറിൻ്റെ ടോട്ടലും കിട്ടി. ഇപ്പോൾ ഇങ്കാണോ എക്സ്പെൻഡിച്ചറാണോ കൂടുതൽ, ഇങ്കല്ലേ കൂടുതൽ, അപ്പോൾ പ്രോഫിറ്റ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ എന്ത് ചെയ്യണം, ഈ 20,15,000 നിന്നും ഈ 8,69,200 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും, പ്രോഫിറ്റ് 80,000 കിട്ടും.
ഇൻകമാണ് കൂടുതൽ വെച്ചാൽ പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് 80,000. ഈ കിട്ടിയ പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, വീതിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്താണ്, സോറി കേട്ടോ, ഒരു ചെറിയ മിസ്റ്റേക്ക്. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ എൻഡഡ് ആണ് 11,40, അഥവാ 20,15,000 നിന്നും 8,69,200. 20,15,000 നിന്നും 8,69,200 മൈനസ് ചെയ്താലാണ് എന്ത് ചെയ്യുക, 11,45,800 കിട്ടുക. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷത്തെ വല്ല പ്രോഫിറ്റും ബാലൻസ് ഉണ്ടോ നോക്കുക. അഥവാ എന്തെങ്കിലും തന്നിട്ടുണ്ടാകും ബാലൻസ്, ഇതാണ് ബാലൻസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ തന്നിട്ടുണ്ടാകും 80,000 അത് തന്നിട്ടുണ്ട്, അത് കൊടുത്തെഴുതുക. അത് ക്വസ്റ്റിന് തന്നിട്ടുണ്ടാകും, നോക്കി എടുത്തെഴുതണം. എന്നിട്ട് ഇത് കൂട്ടുക. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയി. ആദ്യം നമ്മൾ ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്ത് ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്തത്, അത് കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് 80,000 കൊടുത്തെഴുതുക. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും, 12,25,800. ഇത് രണ്ടും പാടെ കൂട്ടുമ്പോൾ. ഇനി ഞാൻ പറഞ്ഞു അപ്രോപ്രിയേഷൻ ചെയ്യുമ്പോൾ റിസർവിലേക്ക് ഉള്ളത് എന്ത് ചെയ്യണം, ഒരു 25%. അത് എല്ലാ ക്വസ്റ്റ്യനിലും കാണാം കേട്ടോ. ഇനി അത് എല്ലാപ്പോഴും നിങ്ങൾ കാണണം. ഈ 12,25,800 ഇല്ലേ, അതിൻ്റെ എന്ത് ചെയ്യണം, 25% എന്ത് ചെയ്യുക കാണുക. 12,25,800 25/100 കാണുക കേട്ടോ. 25/100 കാണുക, അത്രേ ഉള്ളൂ. 25/100 കാണുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആൻസർ ആവും. അപ്പോൾ 25/100 കണ്ട ഇത് കിട്ടും. അതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കണം. പിന്നെ അതർ റിസർവിക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ക്വസ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ എടുത്ത് എഴുതിയാൽ മതി. പിന്നെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് ഉണ്ടോ നോക്കുക. പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് ഉണ്ടോ നോക്കുക. ഉണ്ട്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് 1,42,000 ഉണ്ട്. അങ്ങനെ തന്നത് മാത്രം എടുത്തെഴുതുക. എന്നിട്ട് ഈ 2,86,450 ഈ 1,42,000 പാടെ കൂട്ടുക. ഇത് രണ്ടും പാടെ കൂട്ടിയിട്ട് ഇവിടെ കണ്ടോ, ഒരു ടോട്ടൽ കിട്ടിയിരിക്കുന്ന 12,25,800 അതിൽ നിന്ന് മൈനസ് ചെയ്യുക. ഈ 2,86,450 1,42,000 പാടെ കൂട്ടിയിട്ട് 12,25,800 മൈനസ് ചെയ്താൽ ബാലൻസ് ക്യാരീഡ് ഓവർ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് 7,97,350 കിട്ടും. അപ്പോൾ ഇനി ഇത് കൂട്ടുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും, ഇതും ഈക്വൽ ആയിരിക്കും. അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനും ഈക്വൽ ആയിരിക്കും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വല്ല ഡൗട്ട്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നിട്ട് പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഞാൻ പേഴ്സണലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോഴാണ് മനസ്സിലാവുള്ളൂ. ഡൗട്ട്സ് ചോദിക്കുക എന്തായാലും. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഇനി പണിയൊന്നും ഇല്ല, അതെങ്ങനെ വേഗം ചെയ്ത് നോക്കിയാൽ മതി. ചെയ്ത് നോക്കുക. തന്നെ കിട്ടാത്ത ഭാഗത്തുമ്പോൾ അപ്പം എന്നെ വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക, എന്നിട്ട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.